Good morning to all of you. Today we are going to discuss about geometric mean. The geometric mean is a type of average usually used to calculate growth rates like population growth or interest rates. While the arithmetic mean adds items, the geometric mean multiplies items. Geometric mean is defined as the nth root of the product of n items. If there are two items, the square root of the product of the two items is the geometric mean. Similarly, if there are three items, the cube root is the geometric mean, and so on. When the number of items exceeds 2, the computations are simplified through the use of logarithms. Geometric mean is equal to nth root of x1 into x2 into x3 into xn. ഇതാണ് ജിയോമെട്രിക് മീനിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഇക്വേഷൻ. അതായത് രണ്ട് ഐറ്റമേ ഉള്ളൂ എങ്കിൽ അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക, ഐറ്റംസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട്. മൂന്ന് ഐറ്റം ഉള്ളെങ്കിൽ അതിൻ്റെ ക്യൂബ് റൂട്ട് എടുക്കുക. പക്ഷേ പലപ്പോഴും നമുക്ക് രണ്ടോ അതിലധികമോ ഐറ്റത്തിൽ നിന്നാണ് നമുക്ക് ജിയോമെട്രിക് മീൻ കണ്ടുപിടിക്കേണ്ടി വരിക. അതുകൊണ്ട് അത് ലോഗരിതം ഉപയോഗിച്ചാണ് നമ്മളതിൻ്റെ കാൽക്കുലേഷൻ പൂർത്തീകരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുക ജിയോമെട്രിക് മീൻ ഈസ് ഈക്വൽ ടു ആൻറ്റി ലോഗ് ഓഫ് സിഗ്മ ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ എൻ എന്ന് സ്വീകരിച്ചിരിക്കുക. അപ്പോൾ അത് ഇൻഡിവിജ്വൽ ഒബ്സർവേഷനിലാണ് എങ്കിൽ ജിയോമെട്രിക് മീൻ ഈസ് ഈക്വൽ ടു ആൻറ്റി ലോഗ് ഓഫ് സിഗ്മ ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ എൻ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ജിയോമെട്രിക് മീൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ സംഖ്യകളുടെ ലോഗരിതം കാൽക്കുലേറ്റ് ചെയ്യുന്നത് അറിയണം. അതുപോലെ തന്നെ അതിൻ്റെ ഫൈനൽ റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടി അതിൻ്റെ ആൻറ്റി ലോഗരിതം കാൽക്കുലേറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ കണ്ടെത്തുന്നതും അറിഞ്ഞിരിക്കേണ്ടതാണ്. ആദ്യം നൽകിയിരിക്കുന്ന ഒബ്സർവേഷൻസിൻ്റെ ലോഗരിതം കണ്ടെത്തുക. അതിനുശേഷം ആ ലോഗരിതം എല്ലാം ആഡ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക സിഗ്മ ലോഗ് എക്സിനെ. അപ്പോൾ കിട്ടുന്ന വാല്യൂവിൻ്റെ ആൻറ്റി ലോഗരിതം കാണുക. ഈ രീതിയിലാണ് ജിയോമെട്രിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ 10 ഫാമിലീസിൻ്റെ മന്ത്ലി ഇൻകമാണ് തന്നിരിക്കുക. അതിൽ നിന്നും ജിയോമെട്രിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുക. അപ്പോൾ ഇവിടെ 10 ഐറ്റംസ് ആണ് നമുക്കുള്ളത്. ഇൻഡിവിജ്വൽ ഒബ്സർവേഷനാണ്. ഇൻഡിവിജ്വൽ സീരീസിലെ ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. ഇക്വേഷൻ എന്ന് പറയുക ജിയോമെട്രിക് മീൻ ഈസ് ഈക്വൽ ടു ആൻറ്റി ലോഗ് ഇൻറ്റു സിഗ്മ ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ എൻ. ജിയോമെട്രി കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ക്വസ്റ്റ്യനിലെ ഫാമിലിയുടെ കാറ്റഗറൈസേഷൻ എഴുതി എ മുതൽ ജെ വരെ. ദെൻ അതിന് ഫാമിലി ഇൻകം എന്ന് പറയുന്നത്
അതാണ് നമ്മളുടെ വേരിയബിൾ എക്സ്. 85, 70, 15, 75, 500, 8, 45, 250, 40 and 36. ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഈ ഒരു വേരിയബിളാണ്. നമ്പർ ഓഫ് ഐറ്റംസ് എൻ എന്ന് പറയുന്നത് 10 ആണ്. 10 ഐറ്റംസ് ആണ് നമുക്കുള്ളത്. അതുകൊണ്ട് ക്യാപിറ്റൽ ലെറ്റർ എൻ എന്ന് പറയുന്നത് 10 ആണ്. ഇനി അടുത്ത കോളത്തിൽ നമുക്ക് സിഗ്മ ലോഗ് എക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സിഗ്മ ലോഗ് എക്സ് തേർഡ് കോളത്തിൻ്റെ കൂടെ ചേർത്ത് വായിച്ചാൽ മതിയാകും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ എക്സ് എന്ന് പറയുന്ന ഓരോ വേരിയബിളിൻ്റെയും ലോഗരിതം കണ്ടെത്തണം. അതിന് നമ്മൾ ലോഗരിതം ടേബിൾ ഉപയോഗിച്ചാണ് അത് കണ്ടെത്തേണ്ടത്. നിങ്ങൾ സ്കൂൾ തലത്തിൽ ലോഗരിതം കാണാനും ആൻറ്റി ലോഗരിതം കാണാനുമൊക്കെ പഠിച്ചിട്ടുണ്ടാവണം. അത് ഒരിക്കൽ കൂടി നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ലോഗരിതം ടേബിൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അവസാനം നൽകിയിട്ടുണ്ട്. ലോഗരിതം ടേബിളും ആൻറ്റി ലോഗരിതം ടേബിളും അതിനെ നിങ്ങളൊന്ന് പരിചയപ്പെടണം. ലോഗരിതത്തിൻ്റെയും ആൻറ്റി ലോഗരിതത്തിൻ്റെയും ടേബിളിൻ്റെ ഫോം ഞാനും ഇതോടൊപ്പം അറ്റാച്ച് ചെയ്യുന്നതാണ്. ഇനി ലോഗരിതം ടേബിളിൽ 10 മുതൽ 99 വരെയുള്ള ഫിഗേഴ്സാണ് നൽകിയിരിക്കുക. അതിനോടനുബന്ധമായി 0 മുതൽ 9 വരെയുള്ള കോളംസ് ഉണ്ട്. അതേ തുടർന്ന് അതിന് മീൻ ഡിഫറൻസ് എന്ന് പറയുന്ന 1 മുതൽ 9 വരെയുള്ള കോളംസും ഉണ്ട്. ഇവിടെ നമ്മളുടെ സംഖ്യ ആദ്യത്തെ വേരിയബിൾ എന്ന് പറയുന്നത് 85 ആണ്, 85. അതിൻ്റെ ലോഗരിതം എങ്ങനെയാണ് നമ്മൾ കാണുക? അതിനാദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 85 എന്ന് പറയുന്നത് 2 സംഖ്യകളാണ്. ആ 2 സംഖ്യകൾ എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു നമ്പർ കുറച്ച് അതിൻ്റെ പൂർണ്ണാംശമായിട്ട് 1 എന്ന് എഴുതണം. 85 2 സംഖ്യകളാണുള്ളത്. അതുകൊണ്ട് ആ 2 നമ്പറിൽ നിന്ന് 1 കുറച്ച് 1 എന്നുള്ളത് പൂർണ്ണാംശമായിട്ട് എഴുതണം. അതിനുശേഷം ലോഗരിതം ടേബിളിൽ 85 എന്ന സംഖ്യയിൽ 0 കോളത്തിൽ വരുന്ന ഫിഗേഴ്സ് ഏതാണെന്ന് കണ്ടെത്തണം. 85 ലോഗരിതം ടേബിളിൽ 85 എന്ന് പറയുന്ന റോയിൽ അതിൻ്റെ 85ൻ്റെ 0 വരുന്ന ഫിഗേഴ്സ് ഏതാണ്? ഇപ്പോൾ ലോഗരിതം ടേബിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും അത് 9294 എന്നുള്ളതാണ്. ലോഗരിതം ടേബിളിലാണ് ആ വാല്യൂ ലഭിക്കുക. ആയതിനാൽ 85ൻ്റെ ലോഗരിതം എന്ന് പറയുന്നത് 1.9294 ആണ്. ഇവിടെ 1 എന്ന് പറയുന്നത് 85 എന്നുള്ളത് 2 സംഖ്യകളുള്ളത് കൊണ്ട് അതിൽ നിന്ന് 1 കുറച്ച് 1 എന്ന് എഴുതുന്നതും 9294 എന്ന് പറയുന്നത് ലോഗരിതം ടേബിളിൽ നിന്ന് 85ൻ്റെ 0 കോളത്തിൻ്റെ വാല്യൂ കണ്ടെത്തുന്നതുമാണ്.
പൊതുവായ ഒരു കാര്യവും കൂടി ഓർമ്മിപ്പിക്കട്ടെ. നമുക്ക് ലോഗരിതം എത്ര സംഖ്യയുടെ ആണോ കാണേണ്ടത് അതിനേക്കാൾ 1 കുറച്ച് ഒരു സംഖ്യ നമ്മൾ പൂർണ്ണാംശമായിട്ട് എഴുതേണ്ടതുണ്ട്. ഇപ്പം 3 സംഖ്യകളുണ്ടെങ്കിൽ 3 സംഖ്യയിൽ നിന്ന് 1 കുറച്ച് 2 പോയിൻ്റ്, ഇനി അതിൻ്റെ ലോഗരിതം വാല്യൂ കാണുക. 4 സംഖ്യകളുണ്ടെങ്കിൽ ആ 4 നമ്പറിൽ നിന്ന് 1 കുറച്ച് 3 പോയിൻ്റ്, ഇനി ആ സംഖ്യയുടെ ലോഗരിതം കാണുക. 5 സംഖ്യകളുണ്ടെങ്കിൽ അതിൽ നിന്നും 1 കുറച്ച് 4 പോയിൻ്റ്, ഇനി ആ തന്നിരിക്കുന്ന സംഖ്യയുടെ ലോഗരിതം കാണുക. ആ രീതിയിലാണ് ലോഗരിതം നമ്മൾ കാണേണ്ടത്. ഇനി അടുത്ത സംഖ്യ 70 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 70 2 സംഖ്യകളാണുള്ളത്. അതുകൊണ്ട് അതിൽ നിന്ന് 1 കുറച്ച് 1 എന്നുള്ളത് ഒരു പൂർണ്ണാംശമായിട്ട് എഴുതുക. അപ്പോൾ 1 പോയിൻ്റ്. ഇനി 70ൻ്റെ ലോഗരിതം ടേബിളിൽ 70 എന്ന് പറയുന്ന ഫിഗർ കാണുക. അതിൻ്റെ 0 കോളത്തിലെ വാല്യൂ ഏതാണെന്ന് നോക്കുക. അപ്പോൾ 70ൻ്റെ 0 കോളത്തിലെ വാല്യൂ 8451 ആണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ 70ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഗരിതം എന്ന് പറയുന്നത് 1.8451 ആണ്. ഈ രീതിയിൽ 15 എന്ന് പറയുന്ന സംഖ്യയുടെ ലോഗരിതം, 15 എന്ന് പറയുന്ന 2 സംഖ്യയാണ്. അതുകൊണ്ട് അതിൻ്റെ പൂർണ്ണാംശം 2ൽ നിന്ന് ഒരെണ്ണം കുറച്ച് 1 പോയിൻ്റ്. ഇനി 15ൻ്റെ ലോഗരിതം ടേബിളിൽ 15ൻ്റെ 0 വാല്യൂ നോക്കുക. അപ്പോൾ നമുക്ക് ലഭിക്കുക 1761 ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ലോഗരിതം എന്ന് പറയുക 1.1761. ഇനി 75, അതിൻ്റെ ലോഗരിതം എന്ന് പറയുക 75 2 സംഖ്യകളാണ്. അതുകൊണ്ട് അതിൽ നിന്ന് 1 കുറച്ച് 1 പൂർണ്ണാംശമായിട്ട് എഴുതുക. ഇനി 75ൻ്റെ 0 കോളം നോക്കുക. അപ്പോൾ 8751 ആണ്. അപ്പോൾ ലോഗരിതം 1.8751. അടുത്ത വേരിയബിൾ 500 ആണ്. അപ്പോൾ അവിടെ 3 സംഖ്യകളാണുള്ളത്. അപ്പോൾ 3 സംഖ്യകളായതുകൊണ്ട് അതിൽ നിന്ന് 1 കുറച്ച് 2 പൂർണ്ണാംശമായിട്ട് എഴുതുക. അതിനുശേഷം 50ൻ്റെ 0 കോളം നോക്കുക. 50ൻ്റെ 0 കോളം നോക്കുക ലോഗരിതം ടേബിളിൽ. 50 അതിൻ്റെ 0 കോളം നോക്കുമ്പോൾ 6990 ആണ്. ആയതിനാൽ 500ന് തുല്യമായ ലോഗരിതം എന്ന് പറയുക 2.6990 എന്നാണ്. നെക്സ്റ്റ് വേരിയബിൾ എന്ന് പറയുക 8 ആണ്. അപ്പോൾ 8 എന്ന് പറയുമ്പോൾ ഒരു സംഖ്യയേ ഉള്ളൂ. അതിൽ നിന്നും 1 കുറയ്ക്കുമ്പോൾ നമുക്ക് 0 ആണ് കിട്ടുക. അതുകൊണ്ട് പൂർണ്ണാംശമായിട്ട് 0 നമ്മൾ എടുക്കുക. ഇനി 8 എന്ന് പറയുന്നത് ലോഗരിതം ടേബിളിലില്ല, അങ്ങനെയുള്ള ഫിഗർ ഇല്ല. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? എൺപതിൻ്റെ 0 കോളം എടുക്കുക. 80ൻ്റെ 0 കോളം എടുക്കുക. ലോഗരിതം ടേബിളിൽ 80ൻ്റെ 0 കോളം എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫിഗർ 9031 ആണ്. അതുകൊണ്ട് 8ൻ്റെ ലോഗരിതം എന്ന് പറയുക 0.9031 ആണ്. അടുത്തത് 45 ആണ് നെക്സ്റ്റ് വേരിയബിൾ. അത് 2 സംഖ്യകളുള്ളതുകൊണ്ട് അതിൽ നിന്നൊന്ന് കുറച്ച് പൂർണ്ണാംശം 1 എന്ന് എഴുതുക. അതിനുശേഷം എന്ത് ചെയ്യണം? ലോഗരിതം ടേബിളിൽ 45ൻ്റെ 0 കോളം നോക്കുക. അതെന്താണ്? 6532 ആണ്. അപ്പോൾ 45ൻ്റെ ലോഗരിതം എന്ന് പറയുക 1.6532 ആണ്. നെക്സ്റ്റ് വേരിയബിൾ 250 ആണ്. അപ്പോൾ അതിൻ്റെ പൂർണ്ണാംശം എന്തായിരിക്കും? 3 സംഖ്യകളുള്ളതുകൊണ്ട് അതിൽ നിന്നും 1 കുറച്ച് 2.2 എന്നെഴുതുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക? 25ൻ്റെ 0 കോളം നോക്കുക ലോഗരിതം ടേബിളിൽ. അത് 3979 ആണ്.
അപ്പോൾ നമുക്ക് ലഭിക്കുക 250 ലോഗരിതം 2.3979 ആണ്. അടുത്ത വേരിയബിൾ 40 ആണ്. 40 രണ്ട് സംഖ്യകളായതിനാൽ അതിൻ്റെ പൂർണ്ണാംശം എന്ന് പറയുക 1 ആയിരിക്കും. അതിനുശേഷം 40യുടെ 0 കോളം ലോഗരിതം ടേബിളിൽ നോക്കുക. അത് 6021 ആണ്. അപ്പോൾ നമ്മളുടെ ലോഗരിതം 40യുടെ ലോഗരിതം എന്ന് പറയുക 1.6021 എന്നുള്ളതാണ്. നെക്സ്റ്റ് വേരിയബിൾ 36. അതിൻ്റെ പൂർണ്ണാംശം എന്തായിരിക്കും? 36 രണ്ട് സംഖ്യകൾ ഉള്ളതിനാൽ അതിൽ നിന്നും 1 കുറയ്ക്കുമ്പോൾ 1 ആണ് പൂർണ്ണാംശം. ഇനി 36ൻ്റെ 0 കോളം ലോഗരിതം ടേബിളിൽ നോക്കുക. അത് 5563 ആണ്. അപ്പോൾ 36ൻ്റെ ലോഗരിതം എന്ന് പറയുക 1.5563 ആണ്. അപ്പോൾ ഈ രീതിയിൽ ഓരോ വേരിയബിളിൻ്റെയും ലോഗരിതം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അതിനുശേഷം ഈ ലോഗരിതം എല്ലാം ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് സിഗ്മ ലോഗ് എക്സ്. അത് നമുക്ക് കിട്ടുക 17.6373 ആണ്. ജിയോമെട്രിക് മീൻ ഈസ് ഈക്വൽ ടു ആൻറ്റി ലോഗ് ഓഫ് സിഗ്മ ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ എൻ. ഇവിടെ സിഗ്മ ലോഗ് എക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. എൻ എന്ന് പറയുന്ന നമ്പർ ഓഫ് ഐറ്റംസ് ആണ്. സിഗ്മ ലോഗ് എക്സ് ഡിവൈഡ് ബൈ എന്നിൻ്റെ ആൻറ്റി ലോഗ് കാൽക്കുലേറ്റ് ചെയ്യണം. ആൻറ്റി ലോഗ് ഇൻറ്റു 17.6373 ഡിവൈഡഡ് ബൈ 10 ഈസ് ഈക്വൽ ടു ആൻറ്റി ലോഗ് ഓഫ് 1.76373. 1.76373യുടെ ആൻറ്റി ലോഗരിതം എങ്ങനെയാണ് കാണുക? അതിനായി ആൻറ്റി ലോഗരിതം ടേബിളാണ് നമ്മൾ ഉപയോഗിക്കുക. ആൻറ്റി ലോഗരിതം ടേബിൾ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുന്നു. ആൻറ്റി ലോഗരിതം ടേബിളിൽ 0.00 മുതൽ 0.99 വരെയുള്ള കോളംസ് ആണ് ഉള്ളത്. അതേ തുടർന്ന് അതിൻ്റെ 0 to 9 എന്ന് പറയുന്ന കോളംസ് ഉണ്ട്. തുടർന്ന് മീൻ ഡിഫറൻസ് 1 മുതൽ 9 വരെയുള്ള കോളംസ് ഉണ്ട്. പോയിന്റ് ആൻറ്റി ലോഗരിതം ടേബിളിൽ 0.00 മുതൽ 0.99 വരെയുള്ളത് റോ ആയിട്ട് പരിഗണിക്കുക. ഇനി എങ്ങനെ നമുക്ക് 1.76373യുടെ ആൻറ്റി ലോഗരിതം കാണാം? അതിനാദ്യം ചെയ്യേണ്ടത് .76 എന്നുള്ളത് ആൻറ്റി ലോഗരിതം ടേബിളിൽ ആ റോ എടുക്കുക. 0.76. ആ 0.76ൻ്റെ മൂന്നാമത് കോളം എടുക്കുക. അതായത് 0.763 എന്നുള്ളതുകൊണ്ട് 0.76 റോയുടെ മൂന്നാമത് കോളം എടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 5794. അതിൻ്റെ കൂടെ അതിൻ്റെ മീൻ ഡിഫറൻസിൻ്റെ ഏഴാമത് കോളം എടുക്കുക. അപ്പോൾ നമുക്ക് മീൻ ഡിഫറൻസിൻ്റെ ഏഴാമത് കോളത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് 9 ആണ്. ഫിഗർ 9 ആണ്. ഇനി ചെയ്യേണ്ടത് ഈ 5794ഉം 9ഉം ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുക 5803 ആണ്. 5803. ഇനി അത് ആൻസറിലേക്ക് വരുമ്പോൾ
1.76373 ആൻറ്റി ലോഗരിതമാണ് കാണേണ്ടത്. 5803 എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ആൻറ്റി ലോഗരിതം ടേബിളിൽ 0.76 3 കോളത്തിൻ്റെ വാല്യൂവും അതിൻ്റെ കൂടെ മീൻ ഡിഫറൻസ് ആകുന്ന 7ാമത്തെ കോളത്തിൻ്റെ വാല്യൂവും കൂടെ ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് 5803 കിട്ടിയത്. ഇനി അവിടെ 1 എന്ന് പറയുന്ന ഒരു ഫിഗറുണ്ട്. ആൻറ്റി ലോഗ് ഓഫ് 1.76373 ആണ്. അപ്പോൾ ഈ 1 എന്ന് പറയുന്നത് ഒരു പൂർണ്ണാംശമാണ്. അതുകൊണ്ട് അതിനേക്കാൾ 1 കൂട്ടിയുള്ള അതായത് ഒരു ഫിഗറും കൂടെ കൂട്ടി നമ്മൾ ഫൈനൽ ആൻസറിൽ പോയിന്റ് നൽകേണ്ടതാണ്. ആയതിനാൽ 5803 എന്ന് പറയുക 58.03 എന്നാണ് ഫൈനൽ ആൻസർ കിട്ടുക. 1 എന്ന് പറയുന്നത് പൂർണ്ണാംശമായിട്ട് അവിടെ കൊടുക്കുന്നു. അതിനേക്കാൾ 1 കൂട്ടുക. അപ്പോൾ 2 നമ്പർ വരണം. അപ്പോൾ അതുകൊണ്ടാണ് അത് 58.03 എന്ന് ഫൈനൽ ആൻസർ വരിക. ആൻറ്റി ലോഗരിതം ടേബിളും കൂടെ ഉപയോഗിച്ച് വേണം ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ലോഗരിതവും ആൻറ്റി ലോഗരിതവും കാൽക്കുലേറ്റ് ചെയ്യാൻ മറ്റ് മാർഗങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ അത് സ്വീകരിക്കുന്നതും നല്ലതാണ്. ഈ പ്രോബ്ലവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. ഈ പ്രോബ്ലം എന്നല്ല, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഏത് പ്രോബ്ലവുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് സംശയ നിവാരണത്തിനായി എന്നെ വിളിക്കാവുന്നതാണ്. ഇന്ന് ഈ ലോഗരിതവും ആൻറ്റി ലോഗരിതവും ഉള്ളതിനാൽ നേരത്തെ താഴ്ന്ന ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളവർക്ക് ഇതൊന്ന് ഓർമ്മിക്കേണ്ട കാര്യമേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻ കൃത്യമായി ചെയ്ത് ഇന്നത്തെ അസൈൻമെൻ്റായിട്ട് സബ്മിറ്റ് ചെയ്യുമല്ലോ. Thank you.